ഓം ശാന്തി. ഇന്ന് 20/11/2024 प्रभात मुरली। बाबा कहते हैं, मीठे बच्चे, मनमना भव के वशीकरण मंत्र से ही तुम माया पर जीत पा सकते हो। यही मंत्र सबको याद दिलावो। അപ്പോൾ ബാബ എന്താ പറയുന്നത്? മധുരമായ കുട്ടികളെ, മന്മനാഭവ എന്ന വശീകരണ മന്ത്രത്തിലൂടെയാണ് നിങ്ങൾ കുട്ടികൾ മായയുടെ മേൽ വിജയം നേടുന്നത്. ഈ മന്ത്രം നിങ്ങൾ എല്ലാവരെയും ഓർമ്മിപ്പിക്കൂ എന്ന് ബാബ പറയാം. ഈ ബാബന്ന് ചോദ്യം ചോദിക്കുന്നത്, ഇസ് ബേഹദ് കെ ഡ്രാമേ സബ്സെ ജബർദസ്ത് ലേബേഴ്സ് കോൻ കോൻ ഹേ ഓർ കൈസേ. അപ്പം ബാബ ചോദിക്കുന്നത്, ഈ പരിധിയില്ലാത്ത നാടകത്തിൽ ഏറ്റവും ശക്തിശാലികളായ സേവകർ ആരൊക്കെയാണ്, അത് എങ്ങനെയാണ് എന്ന് ബാബ ചോദിക്കാം. ഉത്തർ, ഇസ് പുരാനി ദുനിയാ കി സഫായി കർണേ വാലെ സബ്സെ ജബർദസ്ത് ലേബേഴ്സ് ഹേ നാച്ചുറൽ കലാമിറ്റീസ്. അപ്പോൾ ബാബ എന്താ പറയുന്നത്? ഈ പഴയ ലോകത്തിൻ്റെ ശുദ്ധീകരണം ചെയ്യുന്നതിൽ ഏറ്റവും ശക്തരായ സേവകരാണ് പ്രകൃതിക്ഷോഭങ്ങൾ. ധർത്തി ഹിൽത്തി ഹേ, ബാഡ് ആത്തി ഹേ, സഫായി ഹോ ജാത്തി ഹേ. ബാബ പറയുന്നത്, ഭൂമി ഇളകും, അതുപോലെ വെള്ളപ്പൊക്കം വരും, അതോടൊപ്പം ശുദ്ധീകരണവുമെല്ലാം നടക്കുമെന്ന് ബാബ പറയാം. इसके लिए ഭഗവാൻ കിസി കോ ഡയറക്ഷൻ നഹി ദേത്തെ. ഇതിനായിട്ട് ഭഗവാൻ ആർക്കും ഡയറക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയാം. അതായത് ഈ പഞ്ചതത്വങ്ങൾക്ക് ഭഗവാൻ ഡയറക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. ബാപ്പ് കൈസെ ബച്ചോം കോ ഡിസ്ട്രോയ് കരേഗെ. ബാബ ചോദിക്കുക, അച്ഛൻ എങ്ങനെയാണ് കുട്ടികളെ നശിപ്പിക്കുക എന്ന് ബാബ ചോദിക്കുക. യഹ് തോ ഡ്രാമാമേ പാർട്ട് ഹേ. ഇത് ഡ്രാമയിൽ പാർട്ടുണ്ട്. ഇങ്ങനെ നടക്കണം എന്നുള്ള പാർട്ട് ഡ്രാമയിലുണ്ട്. അത് പ്രകാരമാണ് നടക്കുന്നതെന്ന് ബാബ പറയാം. രാവൺ കാ രാജ്യ ഹേന, ഇസേ ഗോഡ്ലി കലാമിറ്റീസ് നെഹി കഹേങ്കെ. അപ്പോൾ ബാബ പറയാണ്, രാവണന്റെ രാജ്യമല്ല ഇത്, അപ്പം അതുകൊണ്ട് ഇതിനെ ഈശ്വരീയ ക്ഷോഭങ്ങൾ എന്നൊന്നും പറയില്ല എന്ന് പറയാം. ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. നാച്ചുറൽ കലാമിറ്റീസ് അത് വരണം എന്നുള്ളതും അതിലൂടെ തന്നെയാണ് ഈ പഴയ ലോകത്തിൻ്റെ വിനാശം അല്ലെങ്കിൽ ശുദ്ധീകരണം നടക്കേണ്ടത് എന്ന് ഡ്രാമയിലുള്ളതാണ്. അത് പ്രകാരമാണ് അത് വരുന്നത്. അല്ലാതെ ഭഗവാൻ അവർക്ക് ഡയറക്ഷൻ കൊടുക്കുക, വിനാശം ഉണ്ടാക്കണം എന്ന രീതിയിൽ ഡയറക്ഷൻ കൊടുക്കുന്നതൊന്നുമല്ല എന്ന് ബാബ പറയാം. ഓം ശാന്തി. ബാപ്പ് ഹി ബച്ചോം കോ സമജാത്തെ ഹേ, ബച്ചേ മന്മനാ ഭവ. ബാബ തന്നെയാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്, കുട്ടികളെ മന്മനാഭവ, അതായത് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. ऐसे नहीं कि बच्चे बैठ बाप को समझा सकते. ബാബ പറയുന്നത് ഇങ്ങനെയില്ല, കുട്ടികളിരുന്ന് ബാബയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക, അങ്ങനെയില്ല. ബച്ചേ നെഹി കഹേങ്കെ ശിവ് ബാബ മന്മനാഭവ. അപ്പൊ ബാബ പറയാണ്, കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ ബാബയോട് പറയില്ല. അതായത് ശിവ് ബാബ മന്മനാഭവ എന്ന് കുട്ടികൾ ഒരിക്കലും ബാബയോട് പറയില്ലല്ലോ. ബാബ ഇരുന്നിട്ടാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. യൂത്തോ ബൽ ബച്ചേ ആപ്പസ് മേ ബൈഠ് ചിറ്റ്ചാറ്റ് കർത്തേ ഹേ, റായി നിക്കൽത്തേ ഹേ, പരന്തു ജോ മൂൽ മഹാമന്ത്ര ഹേ വഹ് തോ ബാപ്പ് ഹി ദേത്തേ ഹേ. ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾ പരസ്പരം ഇരുന്ന് സംഭാഷണങ്ങളെല്ലാം ചെയ്യും, അതുപോലെ നിർദ്ദേശങ്ങളെല്ലാം പരസ്പരം കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ ബാബ പറയുന്നത്, ഏതാണോ മൂലമന്ത്രം അത് ബാബയ്ക്ക് മാത്രമാണ് തരാൻ കഴിയുന്നത്. ആ മൂലമന്ത്രം തരുന്നത് ബാബ മാത്രമാണ്. ഗുരു ലോക് മന്ത്ര ദേത്തേഹേ. ഗുരുക്കന്മാരും മന്ത്രമെല്ലാം ഉപദേശിക്കാറുണ്ടല്ലോ. അപ്പൊ ബാബ പറയുന്നത്, യഹ് റിവാജ് കഹാം സേ നിക്കല. ഈ ആചാരം എവിടെ നിന്നാണ് തുടങ്ങിയത്? യഹ് ബാപ്പ് ജോ നയേ സൃഷ്ടി രചനെ വാലാ ഹേ
വഹി പഹലെ പഹലെ മന്ത്ര ദേത്തെ ഹേ മന്മനാ ഭവ. അപ്പം ബാബ പറയുന്നത്, ഈ ബാബ, അതായത് ആരാണോ നമ്മുടെ പുതിയ സൃഷ്ടി നിർമ്മിക്കുന്നത്, ആ ബാബ തന്നെയാണ് ഇരുന്ന് ആദ്യം ഈ മന്ത്രം തരുന്നത് മന്മനാഭവ. അപ്പോൾ ബാബ സദ്ഗുരുവും കൂടിയാണല്ലോ. അപ്പോൾ ഈ ഗുരുക്കന്മാര് മന്ത്രം നൽകുക, മന്ത്രം ഉപദേശിക്കുക എന്നുള്ള ആചാരം തുടങ്ങിയത് ആരാണ്? ശിവബാബ തന്നെയാണ് ഈ സംഗമയുഗത്തിൽ. പിന്നീട് അതിനുശേഷമാണ് ഭക്തി മാർഗത്തിൽ വരുമ്പോൾ ഗുരുക്കന്മാരുടെ ഈ മന്ത്രം ഉപദേശിക്കുക എന്നുള്ള ആചാരം പിന്നീട് തുടർന്നു വന്നത്. അപ്പോൾ ഫസ്റ്റ് മന്ത്രം തന്നിട്ടുള്ളത് സദ്ഗുരുവായ ശിവബാബ തന്നെയാണ് മന്മനാഭവ എന്നുള്ള മന്ത്രം തന്നിട്ടുള്ളത്. ഇസ്കാ നാം ഹി ഹേ വശീകരണ മന്ത്ര അർത്ഥാത് മായാ പർ ജീത്ത് പാനെ കാ മന്ത്ര. അപ്പോൾ ബാബ പറയണത് ഇതിൻ്റെ പേര് അത് തന്നെ വശീകരണ മന്ത്രം എന്നാണ്. അതിൻ്റെ അർത്ഥം ബാബ പറയുന്നത് മായയുടെ മേൽ ജയിക്കാനുള്ള മന്ത്രം. അതാണ് മന്മനാഭവ എന്നുള്ള മന്ത്രം. യഹ് കോയി അന്തർമേം ജപന നഹി ഹേ. ഇത് നിങ്ങൾ ഉള്ളിൽ ജപിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ബാബ പറയാം. യഹുതോ സമജാന ഹോത്താ ഹേ. ഇത് നിങ്ങൾ കേവലം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഇത് നമ്മൾ ഉള്ളിൽ ജപിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാം. കാരണം ഗുരുക്കന്മാര് സാധാരണ മന്ത്രം കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? ആ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ ബാബ പറയണ ഇവിടെ നിങ്ങൾ ഈ മന്ത്രം ഉള്ളിൽ ജപിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ബാബ പറയാം. ബാപ്പ് അർത്ഥ സഹിത സമജാത്രേ ഹേ. ബാബ എന്താ ചെയ്യുന്നത്? ഈ മന്മനാഭവ എന്ന മന്ത്രത്തിന്റെ അർത്ഥസഹിതം ബാബ നമുക്ക് മനസ്സിലാക്കി തന്നു. ബൽ ഗീതാ മേ ഹേ പരന്തോ അർത്ഥ കോയി നഹി സമജത്തെ ഹേ. ബാബ പറയണത് ഗീതയിലുണ്ട് അല്ലെ? മന്മനാഭവ എന്ന മന്ത്രം ഗീതയിലുണ്ട്, പക്ഷെ ആരും ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. യഹ് ഗീതാക്ക എപ്പിസോഡ് ബി ഹേ. ഇത് ഗീതയുടെ എപ്പിസോഡ് തന്നെയാന്ന് പറയാ ബാബ. പരന്തു സിർഫ് നാം ബദലി കർദിയാ ഹേ. പക്ഷെ ബാബ പറയുന്നത് കേവലം പേര് മാറ്റിക്കളഞ്ഞു എന്ന് മാത്രം എന്ന് പറയാ ബാബ. കിത്തനി ബഡി ബഡി പുസ്തക ആദി ഭക്തി മാർഗമേ ബൻതി ഹേ. ഇപ്പൊ ബാബ പറയുന്നത് എത്ര വലിയ വലിയ പുസ്തകങ്ങളാണ് ഈ ഭക്തി മാർഗത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ബാബ പറയാം. വാസ്തവമേ യഹ് തോ ഓറലി ബാപ്പ് ബൈട്ട് ബച്ചോം കോ സമജാത്താ ഹേ. അപ്പൊ ബാബ പറയുന്നത് ഈ ഗീത തന്നെ എത്ര വലിയ വലിയ പുസ്തകങ്ങളായിട്ടാണ് ഗീത തന്നെ ഈ ഭക്തി മാർഗത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ബാബ പറയുന്നത് ഇവിടെ ബാബ ഓറലി വായ കൊണ്ട് നമുക്ക് ഇത് മനസ്സിലാക്കി തരാണ് ബാബ. ഈ ഗീത സത്യമായ ഗീത വാസ്തവത്തിൽ ഭഗവാനാണ് നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. ബാപ്പ് കി ആത്മാമേം ജ്ഞാൻ ഹേ. ബാബയുടെ ആത്മാവിൽ ജ്ഞാനമുണ്ട്. ബച്ചോം കി ബി ആത്മാ ഹി ജ്ഞാൻ ധാരൻ കർത്തി ഹേ. കുട്ടികളുടെയും ആത്മാവിൽ തന്നെയാണ് ഈ ജ്ഞാനം ധാരണ ചെയ്യുന്നത് അല്ലേ? ബാക്കി സിർഫ് സഹജ് കർ സമജാനെ കെ ലിയേ യഹ് ചിത്ര ആദി ബനായേ ജാത്തെ ഹേ. ബാബ പറഞ്ഞ ബാക്കി നിങ്ങൾക്ക് കേവലം ഇത് സഹജമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രങ്ങൾ മുതലായവയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. തും ബച്ചോം കി തോ ബുദ്ധി മേം യഹ് സാരാ നോളജ് ഹേ. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ തന്നെയാണ് ഈ മുഴുവൻ ജ്ഞാനവുമുള്ളത് എന്ന് ബാബ പറയാം. തും ജാൻതേ ഹോ ബരോബർ ആദി സനാതൻ ദേവി ദേവത ധർമ്മത ഓർ കോയി ഗണ്ട് നഹീത. അപ്പൊ ബാബ പറയണ നിങ്ങൾ കുട്ടികൾക്കറിയാം ഇവിടെ ആദി സനാതന ദേവി ദേവത ധർമ്മം ഉണ്ടായിരുന്നു, വേറെ ഒരു ഗണ്ഡവും ഉണ്ടായിരുന്നില്ല. ഫിർ ബാദ്മേം യഹ് ഗണ്ട് ഏഡ് ഹുവാ ഹേ. ബാബ പറയുന്നത് പിന്നീടാണ് ഈ ഗണ്ഡങ്ങളെല്ലാം ഇതിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളതെന്ന് ബാബ പറയാം. അപ്പൊ ആദ്യം ഒരേ ഒരു ഗണ്ഡം, ബാബ പറയാറില്ലേ ഭാരതഖണ്ഡം മാത്രമേ ഉണ്ടാവുള്ളൂ. ആദ്യം ഒരേ ഒരു ഗണ്ഡം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഈ ഗണ്ഡങ്ങളെല്ലാം ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് പറയാ ബാബ. തോ വഹ്ബി ചിത്ര ഏക് കോനേമേം രഖ് ദേന ചാഹിയേ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ചിത്രവും കൂടി നിങ്ങൾ ഒരു കോണിൽ വെച്ച് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ബാബ പറയാം. ജഹാം തും ദിക്ലാത്തെ ഹോ ഭാരത് മേം ഇൻകാ രാജ്യത തോ
ഓർ കോയി ധർമ്മ നഹീത. അതായത് ബാബ പറയാണ്, എപ്പോഴാണോ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യം ഉണ്ടായിരുന്നത് ഭാരതത്തില്, അപ്പൊ വേറെ ഒരു ധർമ്മവും വേറെ ഉണ്ടായിരുന്നില്ല. അബീത്തോ കിത്തനെ ഡേർ ധർമ്മ ഹേ. ഇപ്പൊ നോക്കാണെങ്കിലോ എത്ര മാത്രം ധർമ്മങ്ങളാണ്. ഫിർ യഹ് സബ് നഹി രഹേംഗെ. ഇനി ഇതിന് ശേഷം ഇനി ഇതൊന്നും ഉണ്ടാകില്ല എന്ന് ബാബ പറയാം. യഹ് ഹേ ബാബ കാ പ്ലാൻ. ഇതാണ് ബാബയുടെ പ്ലാൻ. ഉൻ ബിച്ചാരോം കോ കിത്തനി ചിന്ത ലഗി ഹുയി ഹേ. പാവങ്ങൾക്ക് എത്ര മാത്രം ചിന്തയാണ് എന്ന് ബാബ പറയാ. തും ബച്ചേ സമജ്തേ ഹോ യഹ് തോ ബിൽകുൽ ടീക്ക് ഹേ. നിങ്ങൾ കുട്ടികൾ എന്താ മനസ്സിലാക്കുന്നത്? ഇത് സത്യമാണ് എന്നുള്ളതാണ്. ലിഖാ ഹുവാ ബി ഹേ ബാപ്പ് ആക്കർ ബ്രഹ്മ ദ്വാര സ്ഥാപന കർത്തേ ഹേ. അപ്പൊ ബാബ പറയുന്നത് എഴുതപ്പെട്ടിട്ടുണ്ട്, അതായത് ബാബ വന്ന് ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യുന്നു. കിസ്കി സ്ഥാപന? എന്തിന്റെ സ്ഥാപനയാണ്? നയി ദുനിയാക്കി, പുതിയ ലോകത്തിന്റെ സ്ഥാപന. അതായത് ബാബ വന്ന് ബ്രഹ്മാവിലൂടെയാണ് പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുന്നത്. ജമുന കാ കണ്ട യഹ് ഹേ ക്യാപിറ്റൽ. അതായത് യമുനയുടെ തീരമായിരിക്കും ക്യാപിറ്റൽ എന്ന് ബാബ പറയാം, അതായത് തലസ്ഥാനം. വഹാം ഏക് ഹി ധർമ്മ ഹോത്താ ഹേ. അപ്പൊ ബാബ പറയാണ്, സത്യയുഗത്തില് ഒരേ ഒരു ധർമ്മം മാത്രമേ ഉണ്ടാകുള്ളൂ. ജാഡ് ബിൽക്കുൽ ചോട്ടാ ഹേ, ഇസ് ജാഡ് കാ ജ്ഞാൻ ബി ബാപ്പ് ഹി ദേത്തെ ഹേ. ബാബ പറയുന്നത് വൃക്ഷം വളരെ ചെറുതാണ്, ഈ വൃക്ഷത്തിന്റെ ജ്ഞാനം ബാബ തന്നെയാണ് നമുക്ക് നൽകുന്നത്. ചക്ര കാ ജ്ഞാൻ ദേത്തെ ഹേ. സത്യയുഗമേം ഏക് ഹി ഭാഷ ഹോത്തി ഹേ ഓർ കോയി ഭാഷ നഹി ഹോഗി. അപ്പൊ ബാബ നമുക്ക് ചക്രത്തിന്റെയും ജ്ഞാനം നൽകുന്നുണ്ട്. അതുപോലെ സത്യയുഗത്തിൽ എങ്ങനെയാണ്? ഒരേ ഒരു ഭാഷ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒരു ഭാഷയും അവിടെ ഉണ്ടായിരിക്കില്ല. അതായത് ഒരു രാജ്യം, ഒരു ധർമ്മം, ഒരു ഭാഷ, അങ്ങനെയാണല്ലോ സത്യയുഗം, സ്വർഗം അങ്ങനെയാണ്. അതാ ബാബ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. തും സിദ്ധ് കർ സക്തേ ഹോ ഏക് ഹി ഭാരത് ദാ, ഏക് ഹി രാജ്യദ, ഏക് ഹി ഭാഷാദി. ബാബ പറയുന്നത് നിങ്ങൾക്ക് തെളിയിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. അതായത് ഒരേ ഒരു ഭാരതമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു രാജ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് തെളിയിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്ന ബാബ പറയാം. പാരഡൈസ് മീൻ സുഖ ശാന്തി ദി. സ്വർഗത്തില് സുഖവും ശാന്തിയും ഉണ്ടായിരുന്നു. ദുഃഖ കാ നാം നിശാൻ നഹീദ. ദുഃഖത്തിന്റെ പേരോ അടയാളമോ ഉണ്ടായിരുന്നില്ല. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് സബ് ദ. ബാബ പറയുന്നത് അതായത് ആരോഗ്യവും സമ്പത്തും സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു. ഭാരത് നയാ ദാത്തോ ആയു ബി ബഹുത് ബഡി ദി ക്യൂംകി പവിത്രതാദി. ബാബ പറയണത് ഭാരതം പുതിയതായിരുന്നപ്പോൾ ആയുസ്സും വളരെയധികം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം പവിത്രത ഉണ്ടായിരുന്നു എന്ന് ബാബ പറയാം. പവിത്രതാമേ മനുഷ്യ തന്ദുരുസ്ത് രഹത്തെ ഹേ. ബാബ പറയുന്നത് പവിത്രതയിലാണ് മനുഷ്യര് വളരെ ആരോഗ്യശാലികളായിട്ടിരിക്കുന്നത്. പവിത്രതയുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുണ്ടായിരിക്കുമെന്ന് ബാബ പറയാം. അപവിത്രതാമേ ദേഖോ മനുഷ്യോം കാ ക്യാ ഹാൽ ഹോ ജാതാ ഹേ. ഈ അപവിത്രതയിൽ നിങ്ങൾ നോക്കൂ, മനുഷ്യന്റെ അവസ്ഥ എന്തായി മാറിയിരിക്കുന്നു. നോക്കാൻ പറയാ ബാബ. ബൈട്ടെ ബൈട്ടെ അകാലെ മൃത്യു ഹോ ജാതി ഹേ. ഇരിക്കെ ഇരിക്കെ തന്നെ അകാല മരണങ്ങളൊക്കെ ഉണ്ടാകുന്നു. ജവാൻ ബി മർപ്പടുത്തേ ഹേ. യുവാക്കൾ വരെ മരിച്ചു വീഴുകയാന്ന് പറയാ ബാബ. ദുഃഖ കിത്തന ഹോത്താ ഹേ. എത്രമാത്രം ദുഃഖമാണ്. വഹ അകാലെ മൃത്യു ഹോത്തി നഹി. അതായത് സത്യയുഗത്തില് അകാല മരണമേ ഉണ്ടാകില്ല. ഫുൾ ഏജ് ഹോത്തി ഹേ. പൂർണ്ണമായിട്ടും എന്താണ് അവർക്ക് ആയുസ്സുണ്ടായിരിക്കും. പീഡി തക് അർത്ഥാത് ബുഡാപ്പേ തക് കോയി മർത്തേ നഹി. വാർദ്ധക്യം വരെ ആരും മരിക്കില്ല. അതായത് സത്യയുഗത്തില് 150 വയസ്സാണല്ലോ ആയുസ്. ആ 150 വയസ്സ് വരെ എല്ലാവരും ജീവിക്കും. ആ വാർദ്ധക്യം കഴിഞ്ഞ് അതാണ് ബാബ പറയുന്നത് പൂർണ്ണമായിട്ടും എന്താണ് ആയുസ് ഉണ്ടായിരിക്കും പറയാം. അതല്ലാതെ അതിന് മുൻപായിട്ടൊന്നും ശരീരം വെടിയില്ല എന്ന് ബാബ പറയാം. കിസ്കോ ബി സമജാവോ തോ യഹ് ബുദ്ധി മേ ബിട്ടാനാ ഹേ ബേഹദ് കെ ബാപ് കോ യാദ് കരോ വഹി പതീത് പാവൻ ഹേ വഹി സദ്ഗതി ദാതാ ഹേ.
അപ്പം ബാബ പറയാണ്, നിങ്ങൾ ആർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോഴും ഈ ഒരു കാര്യം നിങ്ങൾ ബുദ്ധിയിൽ അവരെ ഉറപ്പിക്കാൻ പറയാണ്. അതായത് പരിധിയില്ലാത്ത അച്ഛനെ ഓർമ്മിക്കൂ. ആ പരിധിയില്ലാത്ത അച്ഛൻ തന്നെയാണ് പതീത പാവനൻ. ആ അച്ഛൻ തന്നെയാണ് സദ്ഗതിദാതാവും. അപ്പോൾ ബാബ പറയണ ഈ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പിക്കൂ അവരുടെ ബുദ്ധിയിൽ. നിങ്ങൾ ആർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നുവോ അവരുടെ എല്ലാം ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ ഉറപ്പിക്കൂ എന്ന് ബാബ പറയാം. തുമാരെ പാസ് വഹ് നക്ഷാ ഭി ഹോനാ ചാഹിയേ തോ സിദ്ധ് കർ സമജാ സകേംഗെ. ബാബ പറയണ നിങ്ങളുടെ അടുത്ത് അതിൻ്റെ എല്ലാം ഈ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ തെളിയിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും എന്ന് ബാബ പറയാം. ബാബ എപ്പോഴും പറയുള്ളൂ, ചിത്രങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് ഗ്രഹിക്കാൻ സാധിക്കും, അല്ലെ, ഉള്ളിലേക്ക് എടുക്കാൻ പെട്ടെന്ന് സാധിക്കുന്നത് ചിത്രങ്ങളിലൂടെയാണ്. നമുക്കും തെളിയിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ചിത്രങ്ങൾ വളരെയധികം നല്ലതാണെന്ന് ബാബ പറയാറുണ്ടല്ലോ. അതാ ബാബ പറയുന്നത്, ആജ് കാ നക്ഷാ യഹ് ഹേ കൽ കാ നക്ഷാ യഹ് ഹേ. അപ്പൊ ബാബ പറയുന്നത് ഇന്നത്തെ ചിത്രം ഇതായിരിക്കണം, നാളത്തെ ചിത്രം ഇത്, അങ്ങനെ അങ്ങനെ. അതായത് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ, പുതിയ ലോകത്തിന്റെ അവസ്ഥ, അങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം ഉണ്ടാക്കി അതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവർക്കും മനസ്സിലാകും. അതാ ബാബ പറയുന്നത്, ചിത്രത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കൂ. കോയി തോ അച്ചി രീതി സെ സുൻതേ ബി ഹേ. ചിലരാണെങ്കിലോ നല്ല രീതിയിൽ കേൾക്കുന്ന ബാബ പറയാ. യഹ് പൂരാ സമജാന ഹോത്താ ഹേ. ഇത് മുഴുവനും നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. യഹ് ഭാരത് അവിനാശി ഖണ്ഡ് ഹേ. ബാബ പറയുന്നത് ഈ ഭാരതം അവിനാശി ഖണ്ഡമാണ്. ജബ് യഹ് ദേവി ദേവത ധർമ്മദ തോ ഓർ കോയി ധർമ്മ ദേ നഹി. ബാബ പറയാണ്, എപ്പോഴാണോ ഇവിടെ ദേവി ദേവത ധർമ്മം ഉണ്ടായിരുന്നത് ആ സമയത്ത് വേറെ ഒരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. അബി വഹ് ആദി സനാതൻ ദേവി ദേവത ധർമ്മ ഹേ നഹി. ഇപ്പൊ നോക്കാണെങ്കിലോ ആ ആദി സനാതന ദേവി ദേവത ധർമ്മമേ ഇല്ല എന്ന് ബാബ പറയാ. യഹ് ലക്ഷ്മി നാരായണൻ കഹാം ഗയേ കോയി ബത്താ നഹി സകേംഗെ. ബാബ പറയുന്നത് ഈ ലക്ഷ്മി നാരായണൻ എവിടെ പോയി, ഇത് ആർക്കും പറയാൻ സാധിക്കില്ല എന്ന് ബാബ പറയാ. കോയിമേം താക്കത്ത് നഹി ബത്താനേക്ക്. ആരിലും ഇത് പറയാനുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞാൽ അവർക്കത് അറിയില്ല, ആ അറിവേ ഇല്ല, പിന്നെ അവരെങ്ങനെ പറയും? അതാ ബാബ പറയുന്നത്. തും ബച്ചേ അച്ചി രീതി രഹസ്യയുക്ത സമജാ സക്തേ ഹോ. നിങ്ങൾ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ രഹസ്യയുക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. ഇസ്മേം മൂഞ്ചിനേക്ക് ദർക്കാർ നഹി. ഇതിൽ നിങ്ങൾ ആശയക്കുഴപ്പത്തിൽ വരേണ്ട കാര്യമൊന്നുമില്ല എന്ന് ബാബ പറയാ. തും സബ് കുച്ച് ജാൻതേ ഹോ ഓർ ഫിർ റിപ്പീറ്റ് ബി കർ സക്തേ ഹോ. നിങ്ങൾ കുട്ടികൾക്ക് എല്ലാം അറിയാം, അതുപോലെ തന്നെ ഇത് റിപ്പീറ്റ് ആവർത്തിച്ച് മനസ്സിലാക്കി കൊടുക്കാനും നിങ്ങൾക്ക് കഴിയുന്ന ബാബ പറയാം. ആവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും. തും കോയി സേ ബി പൂച്ച് സക്തേ ഹോ യഹ് കഹാം ഗയേ. ബാബ ചോദിക്കാൻ നിങ്ങൾക്ക് ആരുടെ അടുത്ത് വേണമെങ്കിലും ചോദിക്കാൻ കഴിയും. അതായത് ഈ ലക്ഷ്മി നാരായണൻ എവിടെ പോയി, ആ ഒരു കാര്യം നിങ്ങൾക്ക് ആരുടെ അടുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുന്ന ബാബ പറയാം. പിന്നെ ബാബ പറയുന്നത്, തും തോ നിശ്ചയ് സേ ബതാത്തെ ഹോ കൈസേ യഹ് ബി 84 ജന്മ ലേത്തെ ഹേ. ബാബ പറയാണ്, നിങ്ങൾക്ക് അതായത് നമ്മൾ കുട്ടികൾക്ക് നിശ്ചയത്തോടെ ഇത് പറയാൻ സാധിക്കും. അതായത് എങ്ങനെയാണ് ഈ ലക്ഷ്മി നാരായണൻ 84 ജന്മം എടുക്കുന്നത്, അല്ലെ? ബാബ നമുക്കത് ക്ലിയറായി മനസ്സിലാക്കി തന്നു. അപ്പം നമുക്ക് മറ്റുള്ളവരോട് അത് ക്ലിയറായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും, എങ്ങനെയാണ് ഈ ലക്ഷ്മി നാരായണൻ 84 ജന്മം എടുക്കുന്നതെന്ന്. ബുദ്ധി മേത്തോ ഹേന, നിങ്ങളുടെ ബുദ്ധിയിൽ അതില്ലേ എന്ന് ബാബ ചോദിക്കാം. തും ജഡ് കഹേങ്കെ സത്യയുഗ നയി ദുനിയാമേം ഹമാരാ രാജ്യത. ബാബ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയും, അതായത് സത്യയുഗം, പുതിയ ലോകത്തില് ഞങ്ങളുടെ രാജ്യമായിരുന്നു. ഏക് ഹി ആദി സനാതൻ ദേവി ദേവത ധർമ്മത. ഒരേ ഒരു ആദി സനാതന ദേവി ദേവത ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൂസര കോയി ധർമ്മ നഹീദ. വേറെ ഒരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. എവരിത്തിങ് ന്യൂ, എല്ലാം പുതിയത്.
ഹർ ഏക് ചീസ് സതോ പ്രധാൻ ഹോത്തി ഹേ. ഓരോ വസ്തുവും സതോ പ്രധാനമായിരിക്കും. സോനാ ബി കിത്തന അദാഹ് ഹോത്താ ഹേ. ബാബ പറയണ സ്വർണം, അളവറ്റ സ്വർണം ഉണ്ടായിരിക്കുന്ന ബാബ പറയാം. കിത്തന സഹജ് നിക്കൽത്താ ഹോഗ ജോ ഫിർ ഈറ്റെ മക്കാൻ ആദി ബൻതേ ഹോങ്കെ. അപ്പൊ ബാബ പറയുന്നത് എത്ര സ്വർണമാണ്, അളവറ്റ സ്വർണം ഉണ്ടായിരിക്കും, അത് വളരെ സഹജമായിട്ട് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നീട് അതുകൊണ്ട് ഇഷ്ടികയൊക്കെ ഉണ്ടാക്കി അതുകൊണ്ട് എന്താണ് കെട്ടിടങ്ങളും ഉണ്ടാക്കുന്നു പറയാം. വഹാം തോ സബ് കുച്ച് സോനെ കാ ഹോത്താ ഹേ. സത്യയുഗത്തില് എല്ലാം സ്വർണത്തിൻ്റെതായിരിക്കുന്ന ബാബ പറയാം. ഖനിയാം സബ് നൈ ഹോങ്കി ന. ഈ ഖനികളൊക്കെ പുതിയതല്ലേ ബാബ പറയാ. ഇമിറ്റേഷൻ തോ നിക്കലെങ്കെ നഹി ജബ്കി റിയൽ ബഹുത്ത് ഹേ. ബാബ പറയുന്നത് ഇമിറ്റേഷൻ ഒരിക്കലും അവിടെ ഉണ്ടാകില്ല, കാരണം അവിടെ റിയൽ ആയിട്ടുള്ള തന്നെ, യഥാർത്ഥത്തിലുള്ള തന്നെ വളരെയധികമാണ് ബാബ പറയാ. യഹാം റിയൽ കാ നാം നഹി. ഇവിടെ നോക്കുകയാണെങ്കിലോ യഥാർത്ഥമായതേ ഇല്ല, അതിൻ്റെ പേരേ ഇല്ല എന്ന് പറയാം. ഇമിറ്റേഷൻ കാ കിത്തന ജോർ ഹേ ഇസ്ലിയെ കഹാ ജാത്താ ഹേ ജൂട്ടി മായ ജൂട്ടി കായ. അപ്പൊ ബാബ പറയാനുണ്ട് ഇവിടെ നോക്കൂ, ഇമിറ്റേഷനൊക്കെ എത്ര അധികമാണ്, എത്ര വെറൈറ്റി ആയിട്ടാണ് ഇമിറ്റേഷനൊക്കെ കാണുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് എന്താണ്, അസത്യമായ മായ, അസത്യമായ ശരീരം. സമ്പത്തി ബി ജൂട്ടി ഹേ. സമ്പത്തും ബാബ പറയണത് അസത്യമാണ്, കാരണം സത്യമായ രീതിയിൽ സമ്പാദിക്കുക എന്ന് പറയുന്നത് വളരെ കുറവേ ഉണ്ടാവുള്ളൂ, അധികവും അസത്യമായ രീതിയിലായിരിക്കും സമ്പാദിക്കുന്നുണ്ടാകുക. അതാ ബാബ പറയുന്നത്. हीरे मोती ऐसे ऐसे किस्म के निकलते हैं जो पता भी नहीं पड़ सकता है कि सच्चा है या झूठा है. ബാബ പറയുന്നത് വജ്രങ്ങളും രത്നങ്ങളും ഈ മുത്തുകളുമെല്ലാം ഏതൊക്കെ തരത്തിലാണ് വരുന്നത്, പല പല തരത്തിലാണ് വരുന്നത്. അത് കണ്ട മനസ്സിലാക്കാനേ സാധിക്കില്ല ഇത് സത്യമാണോ, അതായത് ഇത് യഥാർത്ഥത്തിലുള്ളതാണോ അതോ ഇത് ഇമിറ്റേഷൻ അല്ലേ. ബാബ പറയുന്നത് സത്യമായതാണോ അസത്യമാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. അത്രയ്ക്ക് മാത്രം വെറൈറ്റി ഇപ്പൊ വരുന്നുണ്ടെന്ന് പറയാ ബാബ. ഷോ ഇത്തന ഹോത്താ ഹേ ജോ പരക് നഹി സക്തേ ഹേ ജൂട്ട് ഹേ വാ സച്ച. ബാബ പറയുന്നത് അത്ര മാത്രം ഷോയുണ്ടെന്ന് പറയാം, കാരണം ഇത് ശരിക്കുള്ളതാണോ, സത്യത്തിലുള്ളതാണോ, അത് ഇത് എന്താണ് സച്ചാഹേ യാ ജൂട്ടാഹേ, അതായത് സത്യമാണോ അത് അസത്യമാണോ എന്ന് തിരിച്ചറിയാനേ സാധിക്കില്ല അല്ലേ. നമുക്ക് ചില രത്നങ്ങളും അതുപോലെ തന്നെ മുത്തുകളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയാനേ സാധിക്കില്ല ഇത് സത്യമായിട്ടുള്ള മുത്താണോ ഇങ്ങനെ സത്യമായിട്ടുള്ള വജ്രമാണോ, അത് നമുക്ക് തിരിച്ചറിയാനേ സാധിക്കില്ല എന്ന് ബാബ പറയാം. അത്രയധികം ഷോയുണ്ട്. വഹാം തോ യഹ് ജൂട്ടി ചീസേം ആദി ഹോത്തി നഹി. സത്യയുഗത്തിലാണെങ്കിലോ ഇങ്ങനെയുള്ള അസത്യമായ ഒരു വസ്തുവും അവിടെ ഉണ്ടായിരിക്കില്ല, എല്ലാം സത്യമായതായിരിക്കുന്ന ബാബ പറയാം. വിനാശ് ഹോത്താ ഹേ തോ സബ് ധർത്തി മേം ചലേ ജാത്തേ ഹേ. ബാബ പറയുന്നത് വിനാശം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം ഭൂമിക്കടിയിലേക്ക് പോകും. ഇത്തനെ ബഡേ ബഡേ പത്തർ ഹീരെ ആദി മക്കാനോമേം ലഗാത്തേ ഹോഗേ. ബാബ പറയുന്നത് ഇത്ര വലിയ വലിയ കല്ലുകളും അതുപോലെ തന്നെ രത്നങ്ങളും എല്ലാം കെട്ടിടങ്ങളിൽ അലങ്കരിക്കും. ബാബ പറയുന്നത് അതാണ്, ഈ എല്ലാം ഭൂമിക്കടിയിലേക്ക് പോകുമല്ലോ. അപ്പോൾ പിന്നീട് എന്താണ്, പുതിയ പുതിയ ഖനികളിലൂടെ കിട്ടുന്ന ഈ വജ്രങ്ങളും രത്നങ്ങളൊക്കെ കൊണ്ടാണ് സത്യയുഗത്തിലെ കെട്ടിടങ്ങൾ അലങ്കരിക്കുക. അതാ ബാബ പറയുന്നത്. വഹ് സബ് കഹാം സേ ആയാ ഹോഗ കോൻ കട്ട് കർത്തേ ഹോഗ. ബാബ പറയുന്നത് ഇതെല്ലാം എവിടെ നിന്നാണ് വരിക, ആരാണ് ഇത് മുറിച്ചെടുക്കുക എന്ന് ബാബ ചോദിക്കാം. ഇന്ത്യ മേം ബി എക്സ്പെർട്ട് ബഹുത്ത് ഹേ ഹോഷിയാർ ഹോത്തേ ജായേങ്കെ. ബാബ പറയുന്നത് ഇന്ത്യയിൽ തന്നെ വളരെയധികം എക്സ്പെർട്ടുകളുണ്ട്, വളരെയധികമുണ്ട് സമർത്ഥർ, അവർ സമർത്ഥരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ബാബ പറയാ. ഫിർ വഹാം യഹ് ഹോഷിയാരി ലേക്കർ ആയേങ്കേന. ഈ സമർത്ഥത, ഇത് സമർത്ഥരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആത്മാവിലാണല്ലോ ആ സംസ്കാരം ഉണ്ടാകുന്നത്. ഈ സമർത്ഥതയും കൊണ്ടാണ് ആത്മാവ് സത്യയുഗത്തിലേക്ക് വരിക എന്ന് ബാബ പറയാ. അപ്പോൾ അവർ ചെയ്തോളും.
അപ്പം ആരൊക്കെയാണോ ഓരോരോ വിഭാഗങ്ങളിൽ സമർത്ഥരായിട്ടിരിക്കുന്നത്, ആ സമർത്ഥതയും കൊണ്ടാണ് ആത്മാവ് എവിടേക്ക് വരുന്നത്, സത്യയുഗത്തിലേക്ക് വരും. ആ സംസ്കാരം എടുത്തിട്ടാണല്ലോ വരുന്നത്. അതാ ബാബ പറയുന്നത്. താജ് ആദി സിർഫ് ഹീരോൻ കെ തോടെ ഹി ബനെങ്കെ വഹ് തോ ബിൽക്കുൽ റിഫൈൻ സച്ചേ ഹീരെ ഹോത്തെ ഹേ. ബാബ പറയുന്നത് കിരീടങ്ങളൊക്കെ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള സത്യമായിട്ടുള്ള, അതായത് ഇത്രയും ശുദ്ധീകരിച്ചിട്ടുള്ള വജ്രം, അതുകൊണ്ടാണ് എന്തുണ്ടാക്കുക, താജ്, അതായത് കിരീടങ്ങളെല്ലാം ഉണ്ടാക്കുക. യഹ് ബിജ്ലി ടെലിഫോൺ മോട്ടോർ ആദി പഹലെ കുച്ച് നഹീദ. ബാബ പറയുന്നത് ഈ വൈദ്യുതി, അതുപോലെ ടെലിഫോൺ, കാറ്, ഇതൊന്നും ആദ്യം ഉണ്ടായിരുന്നേ ഇല്ല. ബാബാക്കെ ഇസ് ലൈഫ് കെ അന്തർ ഹി ക്യാ ക്യാ നിക്കലാ ഹേ. ബാബയുടെ ഈ ലൈഫിൽ തന്നെ, അതായത് ബ്രഹ്മബാബയുടെ ബ്രഹ്മബാബ ജീവിച്ചിരുന്ന ആ ഒരു ലൈഫ് പീരീഡിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് ബാബ പറയാ. 100 വർഷ ഹുവാ ഹേ ജോ യഹ് സബ് നിക്കലേ ഹേ. ബാബ പറയുന്നത് 100 വർഷമായിട്ടുള്ളൂ ഇതെല്ലാം വന്നിട്ടെന്ന് ബാബ പറയാ. വഹാം തോ ബഡേ എക്സ്പെർട്ട് ഹോത്തേ ഹേ അബീ തക് സീഖ്തേ രഹ്തേ ഹേ. ബാബ പറയുന്നത്, അതായത് വളരെയധികം എക്സ്പെർട്ടുകൾ ഉണ്ടായിരിക്കും, അവരെപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാം. ഹോഷിയാർ ഹോത്തേ രഹ്തേ ഹേ, അവർ സമർത്ഥരായിക്കൊണ്ടേയിരിക്കും. യഹ് ബി ബച്ചോം കോ സാക്ഷാത്കാർ കരായാ ജാതാ ഹേ. ഇതെല്ലാം കുട്ടികൾക്ക് സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബാബ പറയാം. വഹാം ഹെലികോപ്റ്റേഴ്സ് ബി ഫുൾ പ്രൂഫ് ഹോത്തേ ഹേ. അവിടെ ഹെലികോപ്റ്ററൊക്കെ ഫുള്ളും സുരക്ഷിതമായിരിക്കുന്ന ബാബ പറയാം. ബച്ചേ ബി ബഡേ സദോ പ്രധാൻ ശുരുഡ് ബുദ്ധി വാലേ ഹോത്തേ ഹേ. കുട്ടികളും വളരെയധികം സദോ പ്രധാനമായ തീക്ഷണ ബുദ്ധിയുള്ളവരായിട്ടിരിക്കുന്ന ബാബ പറയാം. ആകെ തോടാ ചലോ തുംകോ സബ് സാക്ഷാത്കാർ ഹോത്തേ രഹേങ്കെ. മുന്നോട്ട് നിങ്ങൾ കുറച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കും. ജൈസെ അപ്പനെ ദേശിക്ക് നജ്ദീക് ആയി ആത്തേ ഹേ തോ ജാഡ് ദിക്കായി പെടുത്തേ ഹേന. അതായത് നമ്മുടെ സ്വന്തം ദേശത്ത് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും അല്ലേ. അന്തർമേ ഖുഷി ഹോത്തി രഹത്തി ഹേ. ഉള്ളിലാണെങ്കിലോ വളരെയധികം സന്തോഷമായിരിക്കും. അതായത് എൻ്റെ വീട് എത്തിക്കഴിഞ്ഞു എന്നുള്ള സന്തോഷം, എൻ്റെ വീട് എത്താറായി, ആ കാണുമ്പോൾ തന്നെ ആ ഒരു സന്തോഷം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. അബി ആക്കർ പഹുഞ്ചേ ഹേ. ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് സന്തോഷം ഉണ്ടായിരിക്കും. പിച്ചാടി മേം തുംകോ ബി ഏസാ സാക്ഷാത്കാർ ഹോത്തേ രഹേങ്കെ. ബാബ പറയുന്നത് അവസാനം നിങ്ങൾക്കും ഇതുപോലെ സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് ബാബ പറയാം. ബച്ചേ സമജ്തേ ഹേ മോസ്റ്റ് ബിലൗഡ് ബാബ ഹേ. ബാബ പറയാണ് കുട്ടികൾക്ക് മനസ്സിലാക്കുന്നുണ്ട് വളരെയധികം സ്നേഹിയായ അച്ഛനാണ്. വഹ് ഹേ ഹി സുപ്രീം ആത്മാ. ബാബ തന്നെയാണ് സുപ്രീം ആത്മാവ്. ഉൻകോ സബ് യാദ് ബി കർത്തേ ഹേ. ആ ബാബയെ തന്നെയാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. ഭക്തി മാർഗമേ തുമ്പി യാദ് കർത്തേ ദേന പരമാത്മാക്കോ. ബാബ ചോദിക്കുകയാണ്, ഭക്തി മാർഗത്തിൽ നിങ്ങളും ഓർമ്മിച്ചിരുന്നില്ലേ പരമാത്മാവിനെ? പരന്തോ യഹ് മാലോ നഹീദാക്കി വഹ് ചോട്ടാ ഹേ വ ബഡാ ഹേ. ബാബ പറയണ പക്ഷേ അറിഞ്ഞിരുന്നില്ല, ഇതറിഞ്ഞിരുന്നില്ല, അതായത് പരമാത്മാവ് ചെറുതാണോ അതോ വലുതാണോ, ഈ കാര്യം അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഭക്തിമാർഗത്തിൽ ഓർമ്മിച്ചിരുന്നു എന്ന് ബാബ പറയാം. ഗാത്തെ ബി ഹേ ചമക്താ ഹേ അജബ് സിതാര ഭൃഗുഡി കെ ബീച്ച് മേ. അതായത് പാടപ്പെട്ടിട്ടുണ്ട്, അതായത് ഭൃഗുഡി മധ്യത്തിൽ തിളങ്ങുന്ന നക്ഷത്രം. ജോ സരൂർ ബിന്ദി മിസാൽ ഹോഗാന. അങ്ങനെ ഭൃഗുഡി മധ്യത്തിൽ തിളങ്ങുന്ന നക്ഷത്രം എന്ന് പാടപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് ഒരു ബിന്ദു സമാനമായിരിക്കില്ലേ എന്ന് ബാബ ചോദിക്കാം. ഉൻകോ ഹി കഹാ ജാതാ ഹേ സുപ്രീം ആത്മാ മാന പരമാത്മാ. ആ ബാബയെ തന്നെയാണ് പറയുന്നത് സുപ്രീം ആത്മാ, അതായത് പരമാത്മാ. ഉന്മേം ഖൂബിയാം തോ സബ് ഹേ ഹി. ബാബ പറയുന്നത് വളരെയധികം വിശേഷതകളുണ്ട് ബാബയിൽ. ജ്ഞാൻ കാ സാഗർ ഹേ ക്യാ ജ്ഞാൻ സുനായെങ്കെ. ബാബ പറയുന്നത് ജ്ഞാനത്തിൻ്റെ സാഗരനാണ്, എന്ത് ജ്ഞാനമാണ് കേൾപ്പിക്കുന്നത്? വഹ് തോ ജബ് സുനാവേ തബ് തോ മാലൂം പടേന.
ബാബ എപ്പോഴാണോ നമ്മളെ കേൾപ്പിക്കുന്നത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാബ എന്ത് ജ്ഞാനമാണ് നമ്മളെ കേൾപ്പിക്കുന്നതെന്ന്. തുമ്പി പഹലെ ജാൻതേ ദേ ക്യാ സിർഫ് ഭക്തി ഹി ജാൻതേ ദേ. ബാബ പറയുന്നത് ഇത് നിങ്ങൾക്കും ഇത് അറിയണ്ടായിരുന്നില്ലല്ലോ, ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നോ, പണ്ടും ഇത് അറിഞ്ഞിരുന്നോ? സിർഫ് ഭക്തി ഹി ജാൻതേ ഹേ, നിങ്ങൾക്ക് ഭക്തി മാത്രമേ പണ്ട് അറിഞ്ഞിരുന്നുള്ളൂ. അബി തോ സമജ്തേ ഹോ വണ്ടർ ഹേ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇത് അത്ഭുതമാണ്. ആത്മാ കോ ഭി ഇൻ ആംഗോം സേ ദേഖ് നഹി സക്തേ ഹേ തോ ബാപ്പ് കോ ഭി ഭൂൽ ജാത്തേ ഹേ. ബാബ പറയുന്ന ആത്മാവിനെ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതു കാരണം ബാബയെ മറക്കുന്നു. ड्रामा में पार्ट ही ऐसा है जिसको विश्व का मालिक बनाते हैं, उनका नाम डाल देते हैं और बनाने वाले का नाम गुम कर देते हैं. ബാബ പറയുന്നത് ഡ്രാമ അനുസരിച്ച്, ഡ്രാമയിലെ പാർട്ട് അനുസരിച്ച് ഇങ്ങനെയാണ്. അതായത് ആരാണോ വിശ്വത്തിൻ്റെ അധികാരികളായി മാറുന്നവര് അവരുടെ നാമം പ്രസിദ്ധമാകും. ഇനി ആരാണോ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നത് അവരുടെ നാമം അപ്രത്യക്ഷമാകും എന്ന് ബാബ പറയാം. ശ്രീകൃഷ്ണക്കോ ത്രിലോകീനാഥ് വൈകുണ്ഠനാഥ് കഹ് ദിയാ ഹേ, അർത്ഥ കുച്ച് നഹി സമജ്തേ ഹേ. അതായത് ശ്രീകൃഷ്ണനെ ത്രിലോകീനാഥൻ, വൈകുണ്ഠനാഥൻ എന്നൊക്കെ പറയും, പക്ഷെ അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. സിർഫ് ബഡായി ദേ ദേത്തേ ഹേ, വെറുതെ പൊങ്ങച്ചം പറയുന്നു എന്ന് മാത്രം. ഭക്തി മാർഗമേം അനേക് ബാത്തേം ബൈട്ട് ബനായി ഹേ, ഭക്തി മാർഗത്തിലാണെങ്കിലോ ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ ഇരുന്നുണ്ടാക്കിയിട്ടുണ്ടെന്ന് ബാബ പറയാം. കഹത്തെ ഹേ ഭഗവാൻ മേം ഇത്തനി താക്കത്ത് ഹേ വഹ ഹസാരോം സൂര്യ സേ തേജ് ഹേ സബ്കോ ഭസ്മ കർ സക്തേ ഹേ. ബാബ പറയുന്നത് ഇങ്ങനെയും പാടപ്പെട്ടിട്ടുണ്ട്. അതായത് ഭഗവാനിൽ ഇത്രയ്ക്കധികം ശക്തിയുണ്ട്, അതായത് 1000 സൂര്യന്മാരെക്കാളും അത്രയ്ക്കും തേജോമയനാണ്, എല്ലാവരെയും ഭസ്മമാക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെയാണ് ഭക്തിമാർഗത്തിൽ എഴുതിയിട്ടിരിക്കുന്നത്. ഏസി ബാത്തേ ബനാ ദീ ഹേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ബാബ പറയാ. ബാപ്പ് കഹത്തെ ഹേ മേ ബച്ചോം കോ ജലാവൂങ്ക കൈസേ. ബാബ പറയാ ഞാൻ എൻ്റെ കുട്ടികളെ എങ്ങനെ കത്തിക്കും? യഹ്തോഹോ നഹി സക്ത, ഇതൊരിക്കലും കഴിയണമെന്നില്ല, ഇതൊരിക്കലും കഴിയില്ല എന്ന് ബാബ പറയാ. ബച്ചോം കോ ബാപ്പ് ഡിസ്ട്രോയ് കരേങ്കേ ക്യാ, അതായത് കുട്ടികളെ ബാബ നശിപ്പിക്കോ, കുട്ടികളെ ഇല്ലാതെയാക്കോ ബാബ? നഹി, ഒരിക്കലും ഇല്ല. യഹ്തോ ഡ്രാമാമേം പാർട്ട് ഹേ, ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. പുരാനി ദുനിയ കഥം ഹോനി ഹേ. ബാബ പറയുന്നത് പഴയ ലോകം തീർച്ചയായും വിനാശം സംഭവിക്കണം. പുരാനി ദുനിയാക്കെ വിനാശ് കെ ലിയേ യഹ് നാച്ചുറൽ കലാമിറ്റി സബ് ലേബേഴ്സ് ഹേ. ബാബ പറയുന്നത് പഴയ ലോകത്തിൻ്റെ ഈ വിനാശത്തിന് വേണ്ടി പ്രകൃതിക്ഷോഭങ്ങൾ സേവകരാകും. കിത്തനെ ജബർദസ്ത് ലേബേഴ്സ് ഹേ. ബാബ പറയുന്നത് എത്ര ശക്തരായ സേവകരാണ് അവരെന്ന് ബാബ പറയാ. ऐसा नहीं कि उनको बाप का डायरेक्शन है कि विनाश करो. അപ്പോൾ പറഞ്ഞ ഇങ്ങനെയില്ല, ഈ പ്രകൃതിക്ഷോഭങ്ങൾ വരുമല്ലോ, അപ്പോൾ പഞ്ചതത്വങ്ങൾക്ക് ബാബ ഡയറക്ഷൻ കൊടുക്കുകയാണ്, അതായത് വിനാശം നടത്തൂ എന്ന് പറഞ്ഞ് പഞ്ചതത്വങ്ങൾക്ക് ബാബ ഡയറക്ഷൻ കൊടുക്കുക. അങ്ങനെ ഒരിക്കലും ഇല്ല എന്ന് ബാബ പറയാം. തൂഫാൻ ലഗ്താ ഹേ ഫേമാൻ ഹോത്താ ഹേ. ബാബന് കൊടുങ്കാറ്റും വരും, പേമാരിയൊക്കെ ഉണ്ടാകും. ഭഗവാൻ കഹത്തെ ഹേ ക്യാ യഹ് കരോ. ബാബ പറയണ ഭഗവാൻ പറയോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? കബി നഹി, ഒരിക്കലും പറയില്ല എന്ന് പറയാം. യഹ്തോ ഡ്രാമാമേ പാർട്ട് ഹേ, കാരണം എല്ലാവരും അങ്ങനെയാണല്ലോ, പ്രകൃതിക്ഷോഭമൊക്കെ വരുമ്പോൾ പറയും ദൈവകോപാണ്, ദൈവമാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയും. പക്ഷെ ബാബ പറയുന്നത് ഒരിക്കലില്ല. ഒരച്ഛൻ എങ്ങനെയാണ് കുട്ടികളെ നശിപ്പിക്കുക? ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഡ്രാമയിൽ ഏതൊക്കെ പാർട്ടുണ്ടോ അതതുപോലെ നടക്കും. ബാബ പറയാറില്ലേ, ബാബ തന്നെ ഡ്രാമയിൽ ബന്ധിതനാണ്. ബാബയ്ക്കും എപ്പോഴാണ് ഇവിടെ വരാൻ പാർട്ട് അപ്പം തന്നെ ബാബയ്ക്ക് വരാൻ സാധിക്കുള്ളൂ. അപ്പം ഡ്രാമ എങ്ങനെയാണോ 5000 വർഷത്തെ ഡ്രാമ നടന്നിരുന്നത് അതുപോലെ തന്നെ നടക്കും. അത് എക്യുറേറ്റ് ആണ് എന്ന് ബാബ പറയാറില്ലേ. അല്ലാതെ ബാബ
ഇത് എന്താണ് പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഞ്ചതത്വങ്ങൾക്ക് ഓർഡർ കൊടുക്കുക, അതൊന്നും അല്ല എന്ന് ബാബ പറയാം. അതൊരിക്കലും സാധിക്കില്ല എന്ന് ബാബ പറയാം. ബാബ് നെഹി കഹെങ്കെ ബോംസ് ബനാവോ, ബാബ ഒരിക്കലും പറയുന്നില്ലല്ലോ ബോംബ് ഉണ്ടാക്കൂ എന്ന്. യഹ് സബ് രാവൺ കി മത് കഹെങ്കെ, ഇതെല്ലാം രാവണ മതമാണ് പറയുന്നത്. യഹ് ബനായ ഡ്രാമ ഹേ, ബാബ പറയുന്നത് ഇത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ കളിയാണ്, ഡ്രാമയാന്ന് പറയാം. രാവൺ കാ രാജ്യ ഹേത്തോ ആസുരി ബുദ്ധി ബൻ ജാത്തേ ഹേ, ബാബ പറയുന്നത് രാവണ രാജ്യമല്ലേ, അപ്പൊ എന്തായാലും ആസുരിയ ബുദ്ധിയായി മാറും. കിത്തനെ മർത്തേ ഹേ, എത്ര പേരാണ് മരിക്കുന്നത്. ബാബ പറയുന്നത് ആഖ്രീൻ മേം സബ് ജലാ ദേങ്കെ, ബാബ പറയുന്നത് അവസാനം എല്ലാം കത്തിച്ചാമ്പലാകും. യഹ് ബനായ കേൽ ഹേ ജോ റിപ്പീറ്റ് ഹോത്താ ഹേ, ഇത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ കളിയാണ്, അത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ऐसे नहीं कि शंकर के आंग खोलने से विनाश हो जाते हैं, इनको गॉडली कलामिटीज भी नहीं कहेंगे, यह नेचुरल ही है. ബാബ പറയുന്നത് അല്ലാതെ ഇങ്ങനെയില്ല, അതായത് ശങ്കരൻ കണ്ണു തുറന്നപ്പോൾ വിനാശമുണ്ടായി, അങ്ങനെയില്ല. ബാബ പറയുന്നത് ഇത് എന്താണ് ഈശ്വരീയ ക്ഷോഭങ്ങളൊന്നും അല്ല എന്ന് പറയാം. ഇത് നാച്ചുറലാണ്, നാച്ചുറൽ കലാമിറ്റി, പ്രകൃതിയുടെ ക്ഷോഭങ്ങളാണ്, അല്ലാതെ ഈശ്വരന്റെ ക്ഷോഭങ്ങളല്ല എന്ന് ബാബ പറയാം. അബ് ബാബ് തും ബച്ചോംകോ ശ്രീമത്ത് ദേ രഹേ ഹേ, ഇപ്പോ ബാബ നിങ്ങൾ കുട്ടികൾക്ക് ശ്രീമതം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കോയിക്കോ ദുഃഖ് ആദി ദേനേക്ക് ബാത്ത് ഹി നഹി, നിങ്ങൾ ആർക്കും ദുഃഖം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ബാപ്പ് തോ ഹേ ഹി സുഖ കാ രാസ്ത ബത്താനെ വാല, ബാബ തന്നെയാണ് സുഖത്തിന്റെ വഴി മനസ്സിലാക്കി തരുന്നത്. ഡ്രാമ പ്ലാൻ അനുസാർ മക്കാൻ പുരാന ഹോത്താ ഹി ജായേഗ, ബാബ പറഞ്ഞത് ഡ്രാമ അനുസരിച്ച്, ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് കെട്ടിടം പഴയതാവുക തന്നെ ചെയ്യും. ബാബ ബി കഹത്തെ ഹേ യഹ് സാരി ദുനിയ പുരാനി ഹോ ഗയി ഹേ, ബാബയും എന്താ പറയുന്നത്, ഈ മുഴുവൻ ലോകവും പഴയതായി മാറിയിരിക്കുന്നു. യഹ് കലാസ് ഹോനി ചാഹിയെ, ഇത് തീർച്ചയായും വിനാശം സംഭവിക്കേണ്ടത് തന്നെയാണ്. ആപ്പസ് മേ ലഡ്ത്തെ ദേക്കോ കൈസേ ഹേ, ബാബ പറയുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കൂ, എന്തൊക്കെ ഇത് വളരെയധികം പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കല്ലേ. ആസുരി ബുദ്ധി ഹേന, ബാബ പറയുന്നത് ആസുരീയ ബുദ്ധിയല്ലേ, പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുക. ജബ് ഈശ്വരീയ ബുദ്ധി ഹേ തോ കോയി ബി മാർനെ ആദി കി ബാത്ത് നഹി, ബാബ പറയുന്നത് എപ്പോഴാണോ ഈശ്വരീയ ബുദ്ധിയാകുന്നത് അപ്പൊ അങ്ങനെ പരസ്പരം വഴക്കടിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് ബാബ പറയാം. ബാപ്പ് കഹത്തെ ഹേ മേ തോ സബ് കാ ബാപ്പ് ഹൂം, ബാബ പറയുന്നത് ഞാൻ എല്ലാവരുടെയും അച്ഛനാണ്. ഹമാര സബ് പർ പ്യാർ ഹേ, ബാബയ്ക്ക് എല്ലാവരുടെ മേലും സ്നേഹമാണ് എന്ന് പറയാം. ബാബ ദേഖ്തേ യഹാം ഹേ ഫിർ അനന്യ ബച്ചോം तरफ ही नजर जाती है जो बाप को बहुत प्रेम से याद करते हैं. ബാബ പറയാന്ന്, അതായത് ആരാണോ ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നത് അവരുടെ മേൽ ബാബയുടെ ദൃഷ്ടി തീർച്ചയായും പോകും എന്ന് ബാബ പറയാം. സർവീസ് भी करते हैं, यहाँ बैठे बाप की नजर സർവീസ്ഫുൾ ബച്ചോം तरफ चली जाती है. ബാബ പറയുന്നത് കുട്ടികളെ സേവനവും ചെയ്യുന്നുണ്ട്, ഇവിടെ ഇരുന്നു കൊണ്ട് ബാബയുടെ ദൃഷ്ടി സർവീസബിൾ ആയിട്ടുള്ള കുട്ടികളുടെ മേലും പോകുന്നുണ്ട്. കബി ഡെറാഡൂൺ, കബി മേർ, കബി ഡൽഹി, ജോ ബച്ചെ മുझे याद करते हैं मैं भी उनको याद करता हूँ. ബാബ പറയുന്നത് ആരാണോ സർവീസബിൾ ആയിട്ടുള്ള കുട്ടികൾ അവരുടെ മേൽ ബാബയുടെ ദൃഷ്ടി പോകും. അവർ ചിലപ്പോൾ ഡെറാഡൂണിലായിരിക്കാം, ചിലപ്പോൾ മീററ്റിലായിരിക്കാം, ചിലപ്പോൾ ഡൽഹിയിലായിരിക്കാം. പക്ഷെ ഏത് കുട്ടികളാണോ ബാബയെ ഓർമ്മിക്കുന്നത് അവരുടെ മേൽ ബാബയും ഓർമ്മ ഉണ്ടാകും, അല്ലെ, ബാബയ്ക്കും അവരുടെ ഓർമ്മയുണ്ടാകും. ജോ മുझे नहीं भी याद करते हैं तो भी मैं सबको याद करता हूँ क्योंकि मुझे तो सबको ले जाना है ना. അപ്പൊ ബാബ പറയുന്നത് ഇപ്പൊ ഏതൊക്കെ കുട്ടികളാണോ ബാബയെ ഓർമ്മിക്കുന്നത് അവരെ ബാബയും ഓർമ്മിക്കും. പക്ഷെ ഏതൊക്കെ കുട്ടികളാണോ ബാബയെ ഓർമ്മിക്കാത്തത് അവരെയും ബാബ ഓർമ്മിക്കുന്നു പറയാ. കാരണം എന്താ ബാബ പറയുന്നത്, ബാബയ്ക്ക് എല്ലാവരെയും തിരികെ കൊണ്ടുപോകണം.
അപ്പോൾ ബാബയ്ക്ക് എല്ലാവരെയും ഓർമ്മിച്ചല്ലേ പറ്റുള്ളൂ. അതാ ബാബ പറയുന്നത്. हाँ, जो मेरा द्वारा सृष्टि चक्र की नॉलेज को समझते हैं നമ്പർവാർ വഹ് ഫിർ ഊഞ്ച് പദ് പായെങ്കെ. അപ്പോൾ ബാബ പറയാണ്, ആരാണോ എന്നിലൂടെ ഈ സൃഷ്ടി ചക്രത്തിൻ്റെ നോളജ് മനസ്സിലാക്കുന്നത് അതിൽ നമ്പർവാർ അനുസരിച്ച് തന്നെ അവർക്ക് ഉയർന്ന പദവി ലഭിക്കും. ഇപ്പം ബാബ പറഞ്ഞ സൃഷ്ടിചക്രത്തിൻ്റെ നോളജ് എല്ലാ കുട്ടികളും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പല രീതിയിലായിരിക്കും, നമ്പർവാർ അനുസരിച്ചായിരിക്കും മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നമ്പർവാർ അനുസരിച്ച് തന്നെയാണ് പദവിയും നേടുന്നത്. യഹ് ബേഹദ് കി ബാത്തേ ഹേ, ഇത് പരിധിയില്ലാത്ത കാര്യമാണെന്ന് ബാബ പറയാ. വഹ് ടീച്ചർ ആദി ഹോത്തേ ഹേ ഹദ് കെ, അതായത് ടീച്ചർമാരുണ്ട്, പരിധിയുള്ള ടീച്ചർമാരുണ്ട്. പക്ഷെ ഇതാണെങ്കിലോ പരിധിയില്ലാത്തതാ എന്ന് ബാബ പറയാ. തോ ബച്ചോം കെ അന്തർ മേം കിത്തനി ഖുഷി ഹോനി ചാഹിയേ, അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ ഉള്ളിൽ എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കണം. ബാപ്പ് कहते हैं सबका पार्ट एक जैसा नहीं हो सकते हैं, इनका तो पार्ट. ബാബ പറയുന്നത് എല്ലാവരുടെയും പാർട്ട് ഒരുപോലെ ആയിരിക്കുക, അങ്ങനെ സാധിക്കില്ല. ഇപ്പൊ ബ്രഹ്മബാബയ്ക്കും പാർട്ടുണ്ടല്ലോ. അപ്പൊ ബ്രഹ്മബാബയുടെ പാർട്ട് എന്താ? അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. ബാബ അതാ പറയുന്നത് എല്ലാവരുടെയും പാർട്ട് ഒരുപോലെ ആയിരിക്കില്ല. കാരണം നമുക്കറിയാം ഇവിടെ രാജധാനിയാണ് സ്ഥാപിക്കുന്നത്. അപ്പൊ രാജധാനിയിൽ എല്ലാവരും രാജാക്കന്മാരായി എങ്ങനെയുണ്ടായിരിക്കും? അത് സാധിക്കില്ലല്ലോ. അപ്പം അതാ ബാബ പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ പാർട്ട് ഉണ്ടാകില്ല. രാജധാനി സ്ഥാപിക്കുമ്പോൾ രാജാവും റാണി, പ്രജകള്, ധനികരായ പ്രജകള്, ദാസദാസിമാര് എല്ലാവരും ഉണ്ടായിരിക്കണമല്ലോ. അതാണ് ബാബ പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ പാർട്ട് ലഭിക്കില്ല. ബ്രഹ്മബാബയ്ക്കും പാർട്ടുണ്ടല്ലോ. പരന്തു ഫോളോ കർണേ വാലെ കോട്ടവുമേം കോയി നിക്കലേ. പക്ഷെ ബാബ പറയുന്നത് ഫോളോ ചെയ്യുന്നവരായിട്ട് വളരെ കുറച്ചു പേരെ, കോടിയിൽ കുറച്ചു പേരെ ഉണ്ടാകുള്ളൂ എന്ന് പറയാം. कहते हैं बाबा हम 7 दिन का बच्चा हूँ, 1 दिन का बच्चा हूँ तो വൈകരേ ടഹരേന. അപ്പം ബാബ പറയുന്നത് അതാണ്. അതായത് കുട്ടികൾ ഇങ്ങനെ പറയും, ബാബ ഞങ്ങൾ 7 ദിവസത്തെ കുട്ടിയാണ്, 1 ദിവസത്തെ കുട്ടിയാണ്, അപ്പം ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ. തോ ബാപ്പ് ഹർ ബാത്ത് സമജാനേ രഹത്തെ ഹേ. അപ്പം ബാബ എന്താണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കും. നദീബി ബരോബർ പാർ കർ ആയേതേ ബാബാ കെ ആനെ സേ ഹി ജ്ഞാൻ ശുരു ഹുവാ ഹേ. ബാബ പറയുന്നത് ബാബയുടെ വരവിലൂടെയാണ് ഈ ജ്ഞാനം ആരംഭിച്ചതെന്ന് പറയാം. ഉൻകി കിത്തിനി മഹിമ ഹേ, ബാബയ്ക്ക് എത്ര മാത്രം മഹിമയാണ്. വഹ് ഗീത് കെ അഭ്യാസ് തോ തുമ്നെ ജന്മ ജന്മാന്തർ കിത്തനെ ബാർ പടേ ഹോങ്കെ. ബാബ പറയുന്നത് അത് ഗീതയുടെ അഭ്യാസം, ഗീത പഠിക്കുക എന്നുള്ളത് നിങ്ങൾ ജന്മജന്മാന്തരമായിട്ട് എത്ര പ്രാവശ്യമാണ് നിങ്ങളത് ചെയ്തിട്ടുള്ളത്. ഫറക്ക് ദേക്കോ കിത്തന ഹേ, എത്ര മാത്രം വ്യത്യാസമുണ്ടെന്ന് നോക്കൂ. കഹാം ശ്രീകൃഷ്ണ ഭഗവാൻ വാച, കഹാം ശിവ പരമാത്മ വാച. ബാബ പറയുന്നത് എവിടെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വാച, എവിടെയാണ് ശിവപരമാത്മാവിൻ്റെ വാക്കുകൾ. രാത് ദിൻ കാ ഫർക്ക് ഹേ. ബാബ പറയുന്നത് രാത്രിയുടെയും പകലിൻ്റെയും വ്യത്യാസമുണ്ട്. തുമാരി ബുദ്ധി മേം അബ് ഹേ ഹം സച്ച് ഖണ്ഡ് മേം ദേ സുഖ് ബി ബഹുത്ത് ദേഖ. ബാബ പറയുന്നത് നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോഴുണ്ട്, അതായത് ഞങ്ങൾ സത്യമായ ഖണ്ഡത്തിലായിരുന്നു. എത്രമാത്രം സുഖമായിരുന്നു അവിടെ. സുഖബി ബഹുത്ത് ദേഖ, വളരെയധികം സുഖം കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബുദ്ധിയിൽ വന്നു അത്. അതാ ബാബ പറയുന്നത് 3/4 സുഖ ദേഖ്തേ ഹോ. ബാബ പറയുന്നത് അപ്പൊ 3/4 ഭാഗം നിങ്ങൾ സുഖം തന്നെയാണ് കണ്ടിട്ടുള്ളത്. ബാപ്പിനെ ഡ്രാമ സുഖ് കേലിയെ ബനായാ ഹേ നാക്കി ദുഃഖ് കേലിയെ. അപ്പൊ ബാബ പറയുന്നത് ബാബ ഈ ഡ്രാമ ഉണ്ടാക്കിയത് തന്നെ സുഖത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ദുഃഖത്തിന് വേണ്ടിയിട്ടല്ല എന്ന് ബാബ പറയാ. യഹുത്തോ ബാദ്മേൻ തുംകോ ദുഃഖ് മിലാഹേ, പിന്നീടാണ്, അതിന് ശേഷമാണ് നിങ്ങൾക്ക്, അതായത് 3/4 ഭാഗം നിങ്ങൾ സുഖം തന്നെയാണ് അനുഭവിച്ചിരുന്നത്, അതിനുശേഷമേ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടായിട്ടുള്ളൂ എന്ന് ബാബ പറയാ. ലഡായി തോ ഇത്തിനി ജൽദി ലഗ്നെ ഹി സക്തി, അതായത് ഈ പ്രശ്നങ്ങളും അതായത് യുദ്ധങ്ങളൊക്കെ അത്ര പെട്ടെന്നൊന്നും ഉണ്ടാകില്ല എന്ന് ബാബ പറയാ. തുംകോ ബഹുത്ത് സുഖ മിൽത്താ ഹേ, നിങ്ങൾക്ക് ധാരാളം സുഖം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആദാ ആദാ ഹോ തോ ബി ഇത്തന മസ നാ രഹേ. ബാബ പറയുന്നത് പകുതിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയ്ക്ക് ലഹരിയൊന്നും ഉണ്ടായിരിക്കില്ല. അതായത് പകുതി ദുഃഖം പകുതി സുഖം.
അതാവുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ലഹരി ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പൊ ബാബ പറയുന്നത് 3/4 നിങ്ങൾക്ക് സുഖമായിരുന്നു. 3,500 വർഷത്തോ കോയി ലഡായി നഹി. ബാബ പറയുന്നത് 3500 വർഷം വരെ ഒരു യുദ്ധമോ പ്രശ്നങ്ങളോ ഉണ്ടായിരിക്കില്ല. ബീമാരി ആദി നഹി, അസുഖങ്ങളും ഉണ്ടായിരിക്കില്ല. യഹാം തോ ദേഖോ ബീമാരി പിച്ചാടി ബീമാരിയാൻ ലഗി ഹുയി ഹേ. അപ്പൊ ബാബ പറയുന്നത് നിങ്ങൾ ഇവിടെ നോക്കൂ, അതായത് അസുഖങ്ങൾക്ക് പിന്നാലെ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സത്യയുഗമേൻ തോടെ ഹി ഏസെ कीड़े आदि हो गए जो अनाज खा लेवे इसलिए उनका तो नाम ही है സ്വർഗ്. ബാബ പറയുന്ന സത്യയുഗത്തില് ഇങ്ങനെ ഒരു കീടങ്ങൾ പോലും ഉണ്ടാകില്ല. അതായത് ഈ വിളകളൊക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കീടങ്ങളും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് അവരുടെ പേരെ തന്നെ സ്വർഗത്തില് ഉണ്ടാവില്ല എന്ന് പറയാം. ഉൻകാത്തോ നാമ ഹി ഹേ സ്വർഗ്. ബാബ പറയുന്നത് അതിന്റെ പേര് തന്നെ സ്വർഗം എന്നാണ്. അപ്പൊ ഈ സ്വർഗത്തില് ഈ കീടങ്ങൾ ഉണ്ടായിരിക്കുക, അതായത് ഈ വിളകളൊക്കെ നശിപ്പിക്കുന്ന കീടങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരിക്കുക, അത് ഒരിക്കലും ഇല്ല എന്ന് ബാബ പറയാം. കാരണം അതിന്റെ പേര് തന്നെ സ്വർഗം എന്നാണ്. തോ വേൾഡ് കാ നക്ഷാ ഭി തുംകോ ദിക്കാന ചാഹിയേ തബ് സമജ് സകേംഗെ. ബാബ പറയുന്നത് വിശ്വത്തിന്റെ ഈ ചിത്രം നിങ്ങളിൽ ഉണ്ടായിരിക്കണം, നിങ്ങൾ അത് കാണിച്ചു കൊടുക്കണം, അപ്പൊ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് ബാബ പറയാ. അസുൽമേം ഭാരത് യഹ്ദ ഓർ കോയി ധർമ്മദ നഹി. വാസ്തവത്തില് ഭാരതം ഇങ്ങനെയായിരുന്നു, വേറെ ഒരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ചിത്രം ഉണ്ടെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ, അതാ ബാബ പറയുന്നത്. ഫിർ നമ്പർ വാർ ധർമ്മ സ്ഥാപൻ കർണേ വാലെ ആത്തേ ഹേ. പിന്നീടാണ് നമ്പർ വൈസ് അനുസരിച്ച് ധർമ്മസ്ഥാപകർ വരുന്നത്. അഭി തും ബച്ചോം കോ വേൾഡ് കി ഹിസ്റ്ററി ജോഗ്രഫി കാ മാലൂം ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് അതായത് ലോകത്തിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം നിങ്ങൾക്ക് പറയാം. തുമാരെ സിവായി ബാക്കി സബ് തോ കഹ് ദേംഗെ നേത്തി നേത്തി. നിങ്ങളെ കൂടാതെ ബാക്കി എല്ലാവരും എന്താ പറയാ, അറിയില്ല. പക്ഷെ നമ്മൾക്ക് അറിഞ്ഞു കഴിഞ്ഞു. വേൾഡിന്റെ ഹിസ്റ്ററി ജോഗ്രഫി എല്ലാം നമ്മൾ കുട്ടികൾക്ക് ആര് മനസ്സിലാക്കി തന്നു? ബാബ മനസ്സിലാക്കി തന്നു. അതാ ബാബ പറയുന്നത്, നിങ്ങളെ കൂടാതെ ബാക്കി എല്ലാവരും എന്താ പറയാ, അറിയില്ല. ഹം ബാപ്പുക്കോ നെഹി ജാൻതേ. ഞങ്ങൾക്ക് ബാബയെ അറിയില്ല. കഹ് ദേത്തെ ഹേ ഉൻകാ കോയി നാം രൂപ് ദേശ് കാൽ ഹേ നഹി. ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഈശ്വരന് പേരോ രൂപമോ നാമോ ദേശമോ ഒന്നുമില്ല, അങ്ങനെ പാടപ്പെടുന്നുണ്ട്. നാം രൂപ് നഹി തോ ഫിർ കോയി ദേശ് ബി നഹി ഹോ സക്ത. ബാബ പറയുന്നത് നാമരൂപം ഇല്ലെങ്കിൽ പിന്നെ ദേശവും ഉണ്ടായിരിക്കില്ലല്ലോ. കുച്ച് ബി സമജത്തെ നഹി. ബാബ പറയുന്ന ഒന്നും മനസ്സിലാക്കുന്നില്ല. അബ് ബാബ് അപ്പന യഥാർത്ഥ പരിചയ് തും ബച്ചോം കോ ദേത്തെ ഹേ. ബാബ പറയുന്നത് ഇപ്പോ ബാബ യഥാർത്ഥമായ ബാബയുടെ പരിചയം കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാബനെ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഭഗവാൻ ആരാണ്, എന്താണ്, എവിടെയാണെന്നൊന്നും യഥാർത്ഥ രീതിയിൽ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അറിയാതെ തന്നെയാണ് ഭക്തി ചെയ്തിരുന്നത്. അപ്പൊ ബാബ പറയുന്നത് ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ബാബ സ്വയത്തിന്റെ പരിചയം, യഥാർത്ഥ പരിചയം നിങ്ങൾക്ക് നൽകുകയാണ്. അച്ഛാ മീഠേ മീഠേ സിക്കിലതേ ബച്ചോം പ്രതി മാത് പിതാ ബാപ് ദാദാ കാ യാദ് പ്യാർ ഓർ ഗുഡ് മോർണിംഗ്. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी माता पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണയ്ക്കുള്ള മുഖ്യ പോയിന്റ് പറയാണ്. ഒന്നാമത്തത്, സദാ അബാർ ഖുശി മേം രഹനെ കെ ലിയേ ബേഹദ് കാ ബാബ് ജോ ബേഹദ് की बातें सुनाते हैं उनका सिमरन करना है और बाप को ഫോളോ करते चलना है. ബാബ പറയുന്നത് നിങ്ങൾക്ക് സദാ അപാര സന്തോഷത്തിൽ ഇരിക്കുന്നതിനായിട്ട് പരിധിയില്ലാത്ത അച്ഛൻ എന്താണോ പറയുന്നത്, എന്തൊക്കെ കാര്യമാണോ കേൾപ്പിക്കുന്നത്, അതിനെ നിങ്ങൾ സ്മരിക്കുകയും വേണം. അതോടൊപ്പം തന്നെ ബാബയെ ഫോളോ ചെയ്യുകയും വേണം. രണ്ടാമത്തെ പോയിന്റ്, സദാ തന്ദുരുസ്ത് രഹനെ കെ ലിയേ പവിത്രതാക്കോ അപ്നാനാ ഹേ. ബാബ പറയുന്നത് സദാ നിങ്ങൾക്ക് ആരോഗ്യശാലികളായിട്ടിരിക്കണമെങ്കിൽ
പവിത്രത നിങ്ങൾ സ്വന്തമാക്കൂ. പവിത്രത के आधार से हेल्थ वेल्थ और हैप्पीनेस का വർഷ ബാപ്പ് സേ ലേനാ ഹെ. ബാബ പവിത്രതയുടെ ആധാരത്തിലൂടെ നിങ്ങൾ ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് അതിൻ്റെയും കൂടി സമ്പത്ത് ബാബയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു ബാബ പറയാ. അപ്പോൾ എന്താണ്, സദാ നമുക്ക് ആരോഗ്യശാലികളായിട്ടിരിക്കാൻ നമ്മൾ പവിത്രതയെ സ്വന്തമാക്കണം. അതുപോലെ പവിത്രതയുടെ ആധാരത്തിലൂടെയാണ് ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ് എല്ലാം. ആ മൂന്നിൻ്റെയും സമ്പത്ത് നമുക്ക് ബാബയിൽ നിന്നും കിട്ടുന്നത് പവിത്രതയുടെ ആധാരത്തിലൂടെയാണ് എന്ന് ബാബ പറയാം. ഈ വരദാനം സർവ പ്രാപ്തിയോം കോ സ്മൃതി में इमर्ज रख सदा संपन्न रहने वाले സന്തുഷ്ട ആത്മാഭവ. ബാബ പറയുന്നത് എല്ലാ പ്രാപ്തികളുടെയും സ്മൃതിയെ വയ്ക്കുന്ന സ്മൃതിയിൽ വയ്ക്കുന്ന എല്ലാ പ്രാപ്തികളെയും സ്മൃതിയിൽ വെച്ച് സദാ സമ്പന്നമായിട്ടിരിക്കുന്ന സന്തുഷ്ട ആത്മാവായി ഭവിക്കട്ടെ. അതായത് ബാബയിൽ നിന്ന് കിട്ടിയ നമുക്ക് പ്രാപ്തികളുണ്ട്. ആ പ്രാപ്തികളെല്ലാത്തിനെയും സ്മൃതിയിൽ വെച്ച് സദാ സമ്പന്നമായിട്ടിരിക്കുക. അല്ലേ, എല്ലാ പ്രാപ്തികളും സ്മൃതിയിലുണ്ടെങ്കിൽ നമ്മൾ സദാ സമ്പന്നമാണ്. മറന്നു പോകുമ്പോഴാണല്ലോ സമ്പന്നത കുറയുന്നത്. അപ്പോൾ എല്ലാ പ്രാപ്തികളെയും സ്മൃതിയിൽ വെച്ച് സദാ സമ്പന്നമായിട്ടിരിക്കുന്ന സന്തുഷ്ടാത്മാവായി ഭവിക്കട്ടെ എന്ന് ബാബ പറയാം. അതായത് സംഗമയുഗ പർ बाप दादा द्वारा जो भी प्राप्तियां हुए हैं उनकी स्मृति इमर्ज रूप में रहे. ബാബ സംഗമയുഗത്തില് നിങ്ങൾ ബാബ് ദാദയിലൂടെ ഏതൊക്കെ പ്രാപ്തികളാണോ നേടിയിട്ടുള്ളത് അതിൻ്റെ എല്ലാം സ്മൃതി നിങ്ങളിൽ കൊണ്ടുവരിക. സ്മൃതി സ്വരൂപരായിട്ടിരിക്കുക അതിൻ്റെ എല്ലാം. तो प्राप्तियों की खुशी कभी नीचे हलचल में नहीं लाएंगे. അങ്ങനെയാണെങ്കിൽ ഈ പ്രാപ്തികളിലൂടെയുള്ള സന്തോഷം ഒരിക്കലും താഴേക്ക് വരില്ല. സദാ അജൽ രഹേഗ, അജഞ്ചലമായിട്ടിരിക്കുന്ന ബാബ പറയാ. സമ്പന്നത അജൽ ബനാത്തിഹെ, സമ്പന്നതയാണ് നമ്മളെ അജഞ്ചലമായിട്ടിരിക്കാൻ കഴിയുന്നത്. സമ്പന്നതയുള്ളത് കൊണ്ടാണ്. ഹൽചൽ സേ ജൂഡാ ദേത്തിഹെ, ഇത് ഇളക്കം വരുമ്പോൾ എന്താണ്, ഈ ഇളക്കങ്ങളിൽ നിന്നല്ല നമ്മളെ രക്ഷിക്കുന്നത് എന്താണ്, ഈ സമ്പന്നതയാണ്. അതായത് ഈ ബാബയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ പ്രാപ്തികളുടെയും സ്മൃതി ഉണ്ടെങ്കിൽ നമ്മൾ സമ്പന്നമായിട്ടിരിക്കും. ആ സമ്പന്നതയാണ് നമ്മളെ അചഞ്ചലമാക്കി മാറ്റുന്നത്. ഇത് ഈ ഇളക്കങ്ങളിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കുന്നത്. ജോ സർവ പ്രാപ്തിയോം സേ സമ്പന്ന ഹേ വേ സദാ രാസി സദാ സന്തുഷ്ട രഹിതേ ഹേ. ബാബർദ് ആരാണോ സർവ പ്രാപ്തികളാലും സമ്പന്നമായിട്ടിരിക്കുന്നത് അവർക്ക് സദാ സന്തുഷ്ടതയും സന്തോഷവും എല്ലാം ഉണ്ടായിരിക്കുന്ന ബാബ പറയാം. സന്തുഷ്ടത സബ്സെ ബഡാ ഖജാന ഹേ, സന്തുഷ്ടതയാണ് ഏറ്റവും വലിയ ഖജനാവ്. ജിസ്കെ പാസ് സന്തുഷ്ടത ഹേ ഉസ്കെ പാസ് സബ് കുച്ച് ഹേ. ബാബറിന്റെ ആരുടെ അടുത്താണോ സന്തുഷ്ടതയുള്ളത് അവരുടെ അടുത്ത് ധാരാളം സന്തോഷവും ഉണ്ടായിരിക്കുന്ന ബാബ പറയാം. എല്ലാം ഉണ്ടായിരിക്കും അവരുടെ അടുത്ത്. സന്തുഷ്ടത ആരിലുണ്ട്, അതായത് സന്തുഷ്ടത എന്ന് പറയുന്നത് ബാബ പറയുന്നത് ഏറ്റവും വലിയ ഖജനാവാണ്. ആരുടെ അടുത്താണോ സന്തുഷ്ടതയുള്ളത് അവരുടെ അടുത്ത് എല്ലാം ഉണ്ടായിരിക്കും. വഹ് യഹി ഗീത് ഗാത്തെ രഹത്തേക്ക് പാനാദ വോ പാലിയ. അവര് ഈ ഒരു ഗീതം പാടിക്കൊണ്ടിരിക്കും. ആര്, അതായത് സദാ സന്തുഷ്ടമായിട്ടിരിക്കുന്ന കുട്ടികൾ അവർ ഈ ഒരു ഗീതം പാടിക്കൊണ്ടിരിക്കും. എന്താണോ നേടേണ്ടിയിരുന്നത് അത് നേടിക്കഴിഞ്ഞു. ആ ഒരു ഗാനം അവർ പാടിക്കൊണ്ടിരിക്കുന്ന ബാബ പറയാം. സ്ലോഗൻ मोहब्बत के झूले में बैठ जाओ तो मेहनत आपे ही छूट जाएगी. അപ്പോൾ ബാബ പറയുന്നത് പ്രേമത്തിൻ്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കൂ, അപ്പൊ പരിശ്രമം താനെ ഇല്ലാതാവും. അതാണ് ബാബ പറയുന്നത്. അത് നമ്മൾ ബാബയോടുള്ള പ്രേമം അതിൻ്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുക. നമുക്കറിയാലോ, ഒരാളോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ ഒരു പരിശ്രമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. എന്ത് കാര്യവും നമുക്ക് സഹജമായി ചെയ്യാൻ സാധിക്കും. അതാ ബാബ പറയുന്നത്, പ്രേമത്തിൻ്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കൂ, അപ്പോൾ നിങ്ങൾക്ക് പരിശ്രമം സ്വതവേ ഇല്ലാതാകും എന്ന് ബാബ പറയാം. ഓം ശാന്തി. ഇന്ന്
സമാനം, ഇന്നത്തെ സമാനത്തിൻ്റെ പോയിന്റ് നോക്കാം. അതായത് സഫലതാമൂർത്തിയാകൂ, അതാണുള്ള പോയിന്റ്. നവംബർ 20 എത്രത്തോളം ഇപ്പോൾ ശരീരം, മനസ്സ്, ധനം, സമയം ചെലവഴിക്കുന്നുവോ അതിൽ മനസാശക്തിയിലൂടെ സേവനം ചെയ്യുന്നതിലൂടെ വളരെ കുറച്ച് സമയത്തിൽ സഫലത കൂടുതൽ ലഭിക്കുമെന്ന് ബാബ പറയാം. അതായത് നമ്മളിപ്പോൾ ശരീരം, മനസ്സ്, ധനം, സമയം അതിലൂടെയൊക്കെ സേവനം ചെയ്യുന്നുണ്ടല്ലോ. അതിൽ ബാബ പറയുന്നത് മനസാശക്തിയിലൂടെ സേവനം ചെയ്യുമ്പോൾ വളരെ കുറച്ച് സമയത്തിൽ നിങ്ങൾക്ക് സഫലത കൂടുതൽ ലഭിക്കുന്ന ബാബ പറയാ. ഇപ്പോൾ അവനവനെ പ്രതി ഇടയ്ക്കിടെ എന്ത് പരിശ്രമം ചെയ്യേണ്ടി വരുന്നുവോ, സ്വന്തം സ്വഭാവത്തെ പരിവർത്തനപ്പെടുത്തുന്നതിനുള്ളതോ സംഘടനയിൽ പോകുന്നതിനുള്ളതോ സേവനത്തിൽ സഫലത ഇടയ്ക്ക് കുറയുന്നത് കണ്ട് നിരാശരാകുന്നതിനോ ഇവയെല്ലാം സമാപ്തമായിട്ട് മാറും. അപ്പൊ ബാബ പറയുന്നത് നമ്മൾ മനസാശക്തിയിലൂടെ സേവനം ചെയ്യുമ്പോൾ വളരെ കുറച്ച് സമയത്തിൽ നമുക്ക് സഫലത ലഭിക്കുന്ന പറയാം. അപ്പൊ ഇപ്പൊ നമുക്ക് അവനവനെ പ്രതി ഇടയ്ക്കിടെ എന്ത് പരിശ്രമം ചെയ്യേണ്ടി വരുന്നുവോ അത് സ്വന്തം സ്വഭാവത്തെ പരിവർത്തനപ്പെടുത്തുന്നതിനോ സംഘടനയിൽ പോകുന്നതിനോ സേവനത്തിൽ സഫലത ഇടയ്ക്ക് കുറയുന്നത് കണ്ട് നിരാശരാകുന്നതിനോ ഇതെല്ലാം സമാപ്തമായിക്കൊള്ളുന്ന് ബാബ പറയാം. ഓം ശാന്തി. ഇപ്പൊ നമുക്ക് 1 മിനിറ്റ് ബാബയെ ഓർമ്മിക്കാം. रिश्वत सोन पापड़ी के डब्बे में देने का, क्योंकि उसको
स्नेह करे, तू ही तो है सहन शक्ति, ग्लानि उदासी से तू है परे, संभाले सभी के व्यवहार को, संभाले सभी के व्यवहार को, ऐसी अद्भुत संभालने की शक्ति भरी, तू शक्ति भरी, तू है शक्ति, जगा ले तू ये स्मृति। शांत मन साक्षी दृष्टा, न कोई प्रभाव न कोई दबाव, परख शक्ति तेरा स्वभाव, निर्णय करने की गजब तुझ में शक्ति, सत्य असत्य को जान, देखती निष्कर्ष तू शक्ति महान, चाहे कोई तूफान को भी तू तूफान बनाए, सामना करने की शक्ति जगाए, हर कदम में सफलता तू पाए, हर कदम में सफलता तू पाए, तू है शक्ति, जगा ले तू ये स्मृति। तू शक्ति है जो सबको तारे, जो भी अपने जीवन से है हारे, सहयोग की शक्ति जगा तू, दुखियारे है तुमको पुकारे, ये समय महापरिवर्तन का, अष्ट शक्ति को भीतर जगा, विकारों रूपी रावण को शिव शक्ति बन के जला, तू ही है शक्ति स्वरूपा, तू ही तो है नव दुर्गा, अष्ट शक्ति स्वरूपा, तू है देवी स्वरूपा, शक्ति स्वरूपा, तू है शक्ति, तुझ में बसी नामनिधि, जगा ले तू ये स्मृति, तू ही है शिव शक्ति, तू ही है शिव शक्ति, तू ही है शिव शक्ति। ओम शांति।